മൈൻട്രിയിലേക്ക് വരികയാണെങ്കിലും ഒരു ന്യൂട്രൽ വ്യൂ തന്നെയാണ് വെച്ച് പുലർത്തിയിരിക്കുന്നത്. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 5300 രൂപയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഒരു പോസിറ്റീവ് എന്ന് പറയേണ്ട ഒരു കാര്യം, ആദ്യത്തെ LTI മൈൻട്രിയിലെ ഒരു ടാർഗറ്റ് പ്രൈസ് എന്ന് പറയുന്നത് 4940 രൂപയായിരുന്നു. അവിടെ നിലവിൽ ഇപ്പോൾ 5300 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു എന്നുള്ളതും LTI മൈൻട്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ഒരു രണ്ടാം പാദത്തിലെ ഒരു പെർഫോമൻസ് പരിശോധിക്കുകയാണെങ്കിൽ LTI മൈൻട്രിയെ സംബന്ധിച്ചിടത്തോളം ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 2.4% ഒരു വർധനവ് രേഖപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട്. എബിറ്റ് മാർജിൻ പരിശോധിക്കുകയാണെങ്കിൽ ഇയർ ഓൺ ഇയറിൽ 13% ഒരു കുതിപ്പ്, അതായത് എസ്റ്റിമേറ്റുകളെ മറികടക്കാൻ വേണ്ടിയിട്ടും സാധിച്ചിട്ടുണ്ട്. മാർജിനിലേക്ക് വരികയാണെങ്കിലും ക്വാർട്ടർ ഓൺ ക്വാർട്ടറിൽ 160 ബേസിസ് പോയിന്റുകളുടെ നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 15.9%. 2026 സാമ്പത്തിക വർഷത്തിലെ റവന്യൂ ഫോർകാസ്റ്റ് പരിശോധിക്കുകയാണെങ്കിൽ 5% വളർച്ച. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള പിയർ കമ്പനികളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച ഒരു പെർഫോമൻസ് കാഴ്ചവെക്കാൻ സാധിച്ചിരിക്കുന്നത് LTI മൈൻട്രിക്ക് തന്നെയാണ്. കൂടാതെ 2027 സാമ്പത്തിക വർഷത്തിലേക്ക് വരികയാണെങ്കിൽ ഏകദേശം 7.5% ഒരു വർധനമാണ് നിലവിൽ ഇപ്പോൾ ഫോർകാസ്റ്റിലും വരുത്തിയിരിക്കുന്നത് എന്നുള്ളതും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം മികച്ച രീതിയിൽ ഓർഡേഴ്സൊക്കെ തന്നെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് LTI മൈൻട്രിക്ക് സാധിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് ഇപ്പോൾ തെളിയിക്കുന്നത്.